നമസ്കാരം. ഡൽഹിയിൽ ചരിത്ര പ്രഖ്യാപന വിജയത്തിന് ശേഷം ബി.ജെ.പി. ഡൽഹിയിൽ ഓരോ തന്ത്രങ്ങളും മെനയുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ ഓരോ അഴിമതികളും പുറത്തു കൊണ്ടുവരികയും കൂടാതെ ജനങ്ങളെ വഞ്ചിക്കുന്ന തരത്തിൽ ഒരു വാഗ്ദാനം നൽകുകയും കൂടാതെ അതൊന്നും തന്നെ നിറവേറ്റുക പോലും ചെയ്യാതെ ഡൽഹി ജനത ഏറ്റവും പവിത്രതയോടെ കാണുന്ന യമുന നദിയെ പോലും അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ കെജ്രിവാൾ പെരുമാറിയതോടു കൂടിയാണ് ഡൽഹി ജനത തന്നെ കെജ്രിവാളിനിട്ട് നല്ല ഒരു പണി തന്നെ കൊടുത്തത്. ചൂലുകൊണ്ട് വന്നവൻ ചൂലാൽ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കെജ്രിവാളിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കെജ്രിവാളിനെ ജനങ്ങൾ കൈവിട്ടു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയണം. ഇനി കെജ്രിവാളിന് ഡൽഹി എന്ന മണ്ണിലേക്ക് കാലുകുത്താൻ പറ്റില്ല. ഇനി പഞ്ചാബിലോ അങ്ങോട്ട് എവിടെയെങ്കിലും പോയി ഖലിസ്ഥാൻവാദികളെയുമായിട്ട് കൂടി കഴിയുക, അതാണ് കെജ്രിവാളിന് ഏക രക്ഷ. അല്ലെങ്കിൽ ആകെ സ്ഥലം പഞ്ചാബാണ്, അവിടെ പോയി ചെന്ന് ഏതെങ്കിലും പാർട്ടി പ്രവർത്തനമായിട്ട് നടക്കുക. ഇനി എന്തായാലും ഡൽഹിക്ക് കെജ്രിവാൾ നോക്കുകയും വേണ്ട. രാജ്യതലസ്ഥാനത്ത് 100 ദിവസത്തെ കർമ്മ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മിക്കെതിരെ മിന്നുന്ന വിജയം സ്വന്തമാക്കിയ ദിവസങ്ങൾക്ക് ശേഷമാണ് കർമ്മ പദ്ധതി നടപ്പിലാക്കാൻ ബി.ജെ.പി. ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിലും അതോടൊപ്പം തന്നെ മഴക്കാലത്തെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിലും ഡൽഹിയിലെ ഓടകൾ വൃത്തിയാക്കുന്നതിലും കർമ്മ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നീക്കം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന യോഗത്തിന് ശേഷമാണ് വികസിത ഡൽഹി എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തത്. യോഗത്തിൽ കർമ്മ പദ്ധതിയുടെ മാതൃക തയ്യാറാക്കാൻ ഡൽഹി ചീഫ് സെക്രട്ടറി ധർമ്മേന്ദ്ര അദ്ദേഹവുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 15 ദിവസത്തിനുള്ളിൽ കർമ്മ പദ്ധതിയെക്കുറിച്ചുള്ള നടപടിക്രമങ്ങൾ ആവിഷ്കരിക്കുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. കൂടാതെ വാർഷിക വരുമാനക്കുറവുള്ളവർക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതിയെക്കുറിച്ചുള്ള ഒരു വിവരണ ശേഖരം തന്നെ ക്രമീകരിക്കാൻ ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴക്കാലത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് തടയുന്നതിനും അതുപോലെ തന്നെ അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്നതിനും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ തയ്യാറാക്കാൻ ചീഫ് സെക്രട്ടറിക്ക് ഉത്തരവ് നൽകി കഴിഞ്ഞു. എല്ലാ വകുപ്പുകളും നിശ്ചിത സമയത്തിനുള്ളിൽ പ്രാഥമിക വിവരങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൂടാതെ ഡൽഹിയെ മിനി ഇന്ത്യ ആക്കാനാണ് ബി.ജെ.പി. ലക്ഷ്യമിടുന്നത്. അതിന്റെ ആദ്യ പടിയായിട്ടാണ് രാജ്യ തലസ്ഥാനത്ത് 2 ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കാൻ ബി.ജെ.പി. ആലോചിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. വൈവിധ്യമാർന്ന സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഡൽഹിയെ ഒരു മിനി ഇന്ത്യ ആക്കുക, അതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാലുടൻ ദേശീയ നേതൃത്വം മുഖ്യമന്ത്രിയുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. കൂടാതെ 100 ദിവസത്തെ കർമ്മ പദ്ധതിയിലൂടെ ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാനമായ വികസനം നൽകുകയാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. കൂടാതെ വമ്പൻ പ്രകടന പത്രികയുമുണ്ട്. അതിൽ നിന്നും തന്നെ ഒരു വലിയ വികസനത്തിന്റെ അടിത്തറ സൃഷ്ടിക്കാനാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. എന്തായാലും ഇപ്പോൾ ഫ്രാൻസിൽ നരേന്ദ്രമോദി പോയി, അതിനുശേഷം ഇന്ന് അമേരിക്കയിലെത്തി. ഒരു 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു നേരെ ഡൽഹിയിലേക്ക് നരേന്ദ്രമോദിയുടെ വിമാനം ഇറങ്ങും. അതിനുശേഷം ബി.ജെ.പിയുടെ ഡൽഹി ഘടകം, ബി.ജെ.പിയുടെ ദേശീയ ഘടകം ഉൾപ്പെടെയായിട്ട് കുറച്ച് ദിവസമായി ചർച്ച നടക്കുകയാണ്. മോദി എത്തുന്നതോടുകൂടി മുഖ്യമന്ത്രി, അതായത് ആൺ മുഖ്യമന്ത്രിയുമുണ്ട്, വനിതാ മുഖ്യമന്ത്രിയുമുണ്ട്. ഈ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ നരേന്ദ്രമോദിയുടെ മേശപ്പുറത്തേക്ക് വയ്ക്കും. അവസാനം മോദിയാണ് തീരുമാനിക്കുക ഇനി ഡൽഹിയിൽ ആര് ഭരണമെന്ന്. മോദിയും അമിത്ഷായും ജെ.പി. നഡ്ഡയും കൂടെ ഒരു തീരുമാനമെടുക്കും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.